നമസ്കാരം. പ്രധാന വാർത്തകളിലേക്ക്. കൊടുങ്ങല്ലൂരിലെ കോതപ്പറമ്പിൽ വീടിന് നേരെ ആക്രമണം. മോട്ടോർ ബൈക്ക് തീവെച്ച് നശിപ്പിച്ചു. യുവാവിന് തലക്കടിച്ച് പരിക്കേൽപ്പിച്ചു. ലോകം പലതരം മുറിവുകളിലൂടെയും കടന്നുപോയപ്പോൾ സാഹിത്യം ഔഷധമായി മാറിയെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. BJP വിരുദ്ധ സംസ്ഥാന സർക്കാരുകളെ തകർക്കാൻ കേന്ദ്ര സർക്കാർ ബോധപൂർവമായ പരിശ്രമങ്ങൾ നടത്തുകയാണെന്ന് റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ. പന്തല്ലൂർ പൂരത്തിനിടെ മദ്യലഹരിയിൽ പോലീസിനെ ആക്രമിച്ചു. ഇതര സംസ്ഥാന തൊഴിലാളി പിടിയിൽ. വാർത്തകൾ വിശദമായി. കൊടുങ്ങല്ലൂരിലെ കോതപ്പറമ്പിൽ വീടിന് നേരെ ആക്രമണം. മോട്ടോർ ബൈക്ക് തീവെച്ച് നശിപ്പിച്ചു. യുവാവിനെ തലക്കടിച്ച് പരിക്കേൽപ്പിച്ചു. കോതപ്പറമ്പ് കടവിൽ പടയോടി ലക്ഷ്മണന്റെ വീട്ടിൽ ഇന്ന് പുലർച്ചെ 1 മണിയോടെയായിരുന്നു സംഭവം. ആക്രമണത്തിൽ ലക്ഷ്മണന്റെ മകൻ 35 വയസ്സുള്ള സിജീഷിന് സാരമായി പരിക്കേറ്റു. വീടിന് മുന്നിൽ നിർത്തിയിരുന്ന ബുള്ളറ്റ് പെട്രോൾ ഒഴിച്ച് കത്തിക്കുകയായിരുന്നു. വീട്ടിനകത്തേക്ക് പെട്രോൾ ഒഴിച്ച് തീയിടുകയും ചെയ്തു. പെട്രോൾ ഒഴിച്ച ഭാഗത്തേക്ക് കത്തുപിടിച്ചപ്പോൾ മോനെ വിളിച്ചപ്പോൾ കത്തുപിടിച്ചപ്പോഴേക്കും ഇവൻ തിരിച്ചു ഓടി. അപ്പോൾ വണ്ടി കത്തിക്കുമ്പോൾ ഇവർ ഓടി. അതുകൊണ്ട് ഞാൻ എൻ്റെ മേതണ്ടോടൊക്കെ പൊള്ളുകയും ചെയ്ത് കൈയൊക്കെ പൊന്താണ്ടായി. പെട്ടെന്ന് കത്തിച്ചിട്ടുണ്ട്. കൈയൊക്കെ പൊളിയിട്ടുണ്ട്. എൻ്റെ ഞങ്ങൾ 4 ആൾ ഈ കുടുംബത്തുണ്ടായത്. 4 ആളെ ഭീഷണിപ്പെടുത്തി കൊല്ലാനുള്ള അഭിപ്രായം അവൻ എടുത്തിട്ടുള്ളത്. അവന് പണിക്ക് വരും ഞങ്ങൾ ജീവിക്കുന്നത്. വേറെ ആരും ഇല്ല ഞങ്ങൾക്ക് നോക്കാൻ അന്വേഷിക്കാൻ. ഞായറാഴ്ച രാത്രിയിൽ അയൽപ്പക്കത്തെ വീട്ടിലെത്തി ബഹളം വെച്ചയാളെ സിജീഷ് ചോദ്യം ചെയ്തിരുന്നു. ഇതിന്റെ തുടർച്ചയായാണ് ആക്രമണം ഉണ്ടായത്. അതിൻ്റെ വൈരാഗ്യം തീർക്കാനോ പിന്നെ വന്ന് എന്നെ ഇരുമ്പടിക്ക് തല്ലി. പിന്നെ എൻ്റെ വീട്ടിൽ വന്ന് എൻ്റെ വണ്ടി കത്തിച്ച് പെട്രോൾ വെച്ച് വീടും തീ കൊടുത്തു. പിന്നെ അമ്മയുടെ മേത്തും ഇത് കൊണ്ട് സാരി കത്തി. അങ്ങനെ ഉണ്ടായിരുന്നില്ല. എൻ്റെ തല 14 സ്റ്റിച്ചുണ്ട്. പൊട്ടിയുണ്ട്. കയ്യും നീരൊക്കെ. സംഭവവുമായി ബന്ധപ്പെട്ട കോതപ്പറമ്പ് സ്വദേശി വിഷ്ണുവിനെതിരെ മതിലകം പോലീസ് കേസെടുത്തു. ലോകം പലതരം മുറിവുകളിലൂടെയും കടന്നുപോയപ്പോൾ സാഹിത്യം ഔഷധമായി മാറിയെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. കേരള സാഹിത്യ അക്കാദമി സംഘടിപ്പിക്കുന്ന പ്രഥമ സാർവദേശീയ സാഹിത്യോത്സവം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. സാറ ജോസഫ് പതാക ഉയർത്തിയതോടെയാണ് സാഹിത്യോത്സവത്തിന് തുടക്കമായത്. പ്രധാന വേദിയായ പ്രകൃതിയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓൺലൈനായി സാഹിത്യോത്സവം ഉദ്ഘാടനം ചെയ്തു. ലോക ഇന്ത്യൻ മലയാള സാഹിത്യത്തിന്റെ പരിച്ഛേദമാണ് ഈ സാഹിത്യോത്സവമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. രാഷ്ട്രീയവും സാമൂഹികവുമായ നവചിന്തകൾക്ക് ചർച്ചകളിൽ അർഹമായ പ്രാധാന്യം നൽകിയിട്ടുണ്ട്. സമൂഹത്തിന്റെ സാംസ്കാരിക നവീകരണം മാത്രമാണ് സാഹിത്യോത്സവത്തിന്റെ ലക്ഷ്യം. മലയാളികൾക്ക് ഇതുവരെയില്ലാത്ത ഒരു അനുഭവമായിരിക്കും ഈ സാഹിത്യോത്സവമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. റവന്യൂ മന്ത്രി കെ രാജൻ അധ്യക്ഷത വഹിച്ചു. ഫെസ്റ്റിവൽ ബുള്ളറ്റിൻ മന്ത്രി രാജനും ഫെസ്റ്റിവൽ ബുക്ക് മന്ത്രി അരവിന്ദവും പ്രകാശനം ചെയ്തു. നടൻ പ്രകാശ് രാജ്, അക്കാദമി അധ്യക്ഷൻ കെ സച്ചിദാനന്ദൻ, സെക്രട്ടറി അബൂബക്കർ, കളക്ടർ കൃഷ്ണതേജ, വിജയരാജ മല്ലിക തുടങ്ങി രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക രംഗങ്ങളിലെ പ്രമുഖർ പങ്കെടുത്തു. പ്രകൃതി, മൊഴി, പൊരുൾ, അറിവ് എന്നീ വേദികളിലായി ഫെബ്രുവരി 3 വരെയാണ് സാഹിത്യോത്സവം. രാജ്യത്തിനകത്തും പുറത്തുനിന്നുമായി 500ഓളം എഴുത്തുകാരും ചിന്തകരും സാഹിത്യോത്സവത്തിൽ പങ്കെടുക്കുന്നുണ്ട്. BJP വിരുദ്ധ സംസ്ഥാന സർക്കാരുകളെ തകർക്കാൻ കേന്ദ്ര സർക്കാർ ബോധപൂർവമായ പരിശ്രമങ്ങൾ നടത്തുകയാണെന്ന് റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ. രാജ്യത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അധികാര കേന്ദ്രമെന്ന കാര്യത്തിൽ 142 കോടി വരുന്ന ഇന്ത്യക്കാർക്കാർക്കും സംശയമുണ്ടാകേണ്ട കാര്യമില്ല. ആ ഭരണഘടനയുടെ ആമുഖത്തെ യഥാർത്ഥത്തിൽ 1930 രാജ്യത്തെ കോൺഗ്രസ് സമ്മേളനത്തിൽ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ഭരണഘടന എന്ന ആശയത്തെക്കുറിച്ചോർത്ത്, സ്വാതന്ത്ര്യമെന്ന ചിന്തയെക്കുറിച്ചോർത്ത് അവതരിപ്പിച്ച ഒരു ഒബ്ജക്റ്റീവ് പ്രമേയത്തിന്റെ ആശയത്തെ പൂർണ്ണമായി ഏറ്റെടുത്തുകൊണ്ട് ഡോക്ടർ BR അംബേദ്കർ എന്ന ഭരണഘടനാ ശില്പിയുടെ നിർദ്ദേശപ്രകാരം നമ്മുടെ ആമുഖത്തിൽ പലഘട്ടത്തിലും വോട്ടെടുപ്പിന് വിധേയമായി ഭരണഘടനയും ഭരണഘടനയുടെ ആമുഖവും ഇന്ത്യ അംഗീകരിക്കുന്നു. അങ്ങനെ അംഗീകരിക്കപ്പെട്ട ഇന്ത്യയുടെ ഭരണഘടന കേവലം ഏതെങ്കിലും വിധത്തിലുള്ള പൗരധർമ്മങ്ങളെക്കുറിച്ചും പൗരാവകാശങ്ങളെക്കുറിച്ചും മാത്രം പറയുന്നതല്ല. ലോകത്തിന്റെ മുമ്പിൽ ഇന്ത്യ എന്ന രാജ്യത്തിന്റെ നിലപാട് തറ വിശദീകരിക്കുന്ന സുവ്യക്തമായ ഇന്ത്യയുടെ നയരൂപരേഖയാണ് ഇന്ത്യയുടെ ഭരണഘടന. ആ ഭരണഘടനയെ പിച്ചിച്ചീന്താൻ ബോധപൂർവമായ നയസമീപനങ്ങളുമായി ഇന്ത്യ രാജ്യത്തെ ഒരു ഫാസിസ്റ്റ് വാഴ്ചയ്ക്ക് വിട്ടുകൊടുക്കാൻ തയ്യാറെടുത്തൊരു ഭരണകൂടം 10ാമത് വർഷത്തിലേക്ക് നീണ്ട അതിന്റെ ഭരണത്തെ വീണ്ടും ഒരു തെരഞ്ഞെടുപ്പിന്റെ മുമ്പിലേക്ക് അവതരിപ്പിക്കാൻ കാത്തുനിൽക്കുന്ന നേരത്താണ്
സർദാറിന്റെ ധീരമായ രക്തസാക്ഷി ദിനത്തിൽ നാം ഒത്തുചേർന്ന് പുതിയ കാലത്തിന്റെ കടമകൾ ഏറ്റെടുക്കാൻ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളുടെ പറ്റിക്കൊണ്ട് ഏറ്റവും ആവേശഭരിതമായി നിലയുറപ്പിക്കും എന്ന് പ്രഖ്യാപിക്കാൻ പോകുന്നു. സർദാർ ഗോപാലകൃഷ്ണന്റെ 73ാം രക്തസാക്ഷി വാർഷിക ദിനാചരണം SN പുരത്ത് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. CN സതീഷ് കുമാർ അധ്യക്ഷത വഹിച്ചു. ജേക്ക് സി തോമസ് മുഖ്യപ്രഭാഷണം നടത്തി. ET ടൈസൺ MLA, PK ചന്ദ്രശേഖരൻ, TK സുധീഷ്, KR ജൈത്രൻ, TK രമേശ് ബാബു, PV മോഹനൻ, AD സുദർശനൻ, AS സിദ്ധാർത്ഥൻ, AP ജയൻ എന്നിവർ സംസാരിച്ചു. പന്തലൂർ പൂരത്തിനിടെ മദ്യലഹരിയിൽ പോലീസിനെ ആക്രമിച്ചു. ഇതര സംസ്ഥാന തൊഴിലാളി പിടിയിൽ. കുന്നംകുളം പന്തല്ലൂർ പൂരത്തിനിടെ അമിതമായി ലഹരിക്ക് അടിമപ്പെട്ട യുവാവ് പോലീസിനെ ആക്രമിച്ചു. സംഭവത്തിൽ ഉത്തർപ്രദേശ് സ്വദേശിയായ സനൂജ മണ്ഡൽ നായിക് എന്ന യുവാവിനെ കുന്നംകുളം പോലീസ് കസ്റ്റഡിയിലെടുത്തു. അമിത മദ്യാസക്തിയിലായിരുന്ന യുവാവ് പൂരത്തിനിടെ അക്രമം കാണിക്കുന്നുണ്ടെന്ന് പോലീസിന് ലഭിച്ച വിവരത്തെ തുടർന്നാണ് കുന്നംകുളം സ്റ്റേഷൻ ഹൌസ് ഓഫീസർ UK ഷാജഹാൻ, സിവിൽ പോലീസ് ഓഫീസർമാരായ ഷിജിൽ പോൾ, രതീഷ് എന്നിവരടങ്ങുന്ന സംഘം സംഭവസ്ഥലത്ത് എത്തിയത്. ഈ സമയം അക്രമാസക്തനായ പ്രതിയെ നാട്ടുകാർ കീഴ്പ്പെടുത്തി പോലീസിന് കൈമാറി. തുടർന്ന് ജീപ്പിന്റെ പുറകിലിരുത്തിയ പ്രതി വാഹനത്തിന്റെ മധ്യഭാഗത്തെ സീറ്റിൽ ഇരിക്കുകയായിരുന്ന സിവിൽ പോലീസ് ഓഫീസറെ ആക്രമിക്കുകയായിരുന്നു. വീണ്ടും അക്രമാസക്തനായ പ്രതിയെ നാട്ടുകാരും പോലീസും ചേർന്നാണ് കീഴ്പ്പെടുത്തിയത്. സംഭവസ്ഥലത്തു നിന്നും കസ്റ്റഡിയിലെടുത്ത പ്രതിയെ സ്റ്റേഷനിൽ എത്തിച്ചു. സംഭവത്തിൽ പ്രതിക്കെതിരെ കേസെടുക്കുമെന്ന് പോലീസ് അറിയിച്ചു. കുന്നംകുളത്ത് പറമ്പിൽ തളച്ചിട്ടിരുന്ന ആന വിരണ്ടോടി. ആർത്താറ്റ് സ്വകാര്യ വ്യക്തിയുടെ പറമ്പിൽ കെട്ടിയിട്ട ആന വിരണ്ടോടി. ഇന്നുച്ചയ്ക്ക് 12 മണിയോടെയായിരുന്നു സംഭവം. കുന്നംകുളം ആർത്താറ്റ് സ്വകാര്യ വ്യക്തിയുടെ പറമ്പിൽ കെട്ടിയിട്ട ആനയ്ക്ക് വെള്ളം നൽകുന്നതിനിടെ ആനയുടെ മുൻപിലെത്തിയ പോത്തിനെ കണ്ട് ഭയന്നാണ് ആന ഓടിയതെന്നാണ് വിവരം. സംഭവത്തെ തുടർന്ന് 1 കിലോമീറ്ററിലധികം ഓടിയ ആന പനങ്ങായി കയറ്റത്തിന് സമീപത്തെ പാടത്ത് നിലയുറപ്പിച്ചു. തുടർന്ന് പാപ്പന്മാരുടെ നേതൃത്വത്തിൽ ആനയെ തളച്ചു. കഴുങ്ങിൻ തോട്ടത്തിലൂടെയും ഇരുമ്പ് ഷീറ്റുകൾക്കിടയിലൂടെയും ഓടിയ ആനയുടെ ശരീരത്തിൽ മുറിവേറ്റിട്ടുണ്ട്. ആന വരുന്നത് കണ്ട് വഴിയാത്രക്കാരും നാട്ടുകാരും ഭയന്നോടി. പെരിഞ്ഞനം ഗ്രാമപഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ ഭിന്നശേഷി കലാമേള സംഘടിപ്പിച്ചു. പെരിഞ്ഞനം കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന കലാമേള ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വിനീത മോഹൻദാസ് ഉദ്ഘാടനം ചെയ്തു. നമ്മളുടെ കുട്ടികളുടെ നമ്മളിപ്പോൾ പറയും എന്തെങ്കിലും ഒരു കുറവുള്ള കുട്ടികളുടെ ഉള്ളിൽ നിന്ന് വരുന്ന കലാപരമായ കഴിവുകളൊക്കെ വളരെ നല്ല നല്ല കഴിവുകളുണ്ടെന്നുള്ളത് നമ്മൾക്ക് ഈ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ മറ്റു BRC തലത്തിലുള്ള പരിപാടികളിലൊക്കെ പോകുമ്പോൾ നമ്മൾ കാണാറുണ്ട്. പിന്നെ ഇതുപോലെ സ്കൂൾ തലത്തിലും നമ്മൾ കാണാറുണ്ട്. നന്നായി ചിത്രം വരയ്ക്കുന്നവരുണ്ട്, പാട്ട് പാടുന്നവരുണ്ട്, ഡാൻസ് ചെയ്യുന്നവരുണ്ട് അല്ലേ. അപ്പം എല്ലാവരും നല്ല മിടുക്കന്മാരും മിടുക്കികളും തന്നെയാണെന്നുള്ളത് നമ്മൾക്കറിയാം. അതേപോലെയാണ് ഇപ്പോൾ ഇവിടെ സൂചിപ്പിച്ചത്. നമുക്കറിയാം കമ്മ്യൂണിറ്റി ഹാള് പണിത് കുറേ കൊല്ലങ്ങളായിട്ടുണ്ട്. കമ്മ്യൂണിറ്റി ഹാള് പണിതിട്ടെന്നുള്ളത് അല്ലേ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ പണ്ട് പണിതതിനൊന്നും ഇതേപോലെ നിങ്ങളുടെ സൗകര്യത്തിന് കയറി വരാൻ പറ്റിയ ഒരു സാഹചര്യത്തിലൊന്നുള്ളൊരിതുണ്ടായിരുന്നില്ല. പിന്നീടാണ് ഇപ്പം ഈ പറഞ്ഞ മാതിരി നമ്മളുടെ 3-ാം വാർഡിലെ ജീവൻ സജീവിൻ്റെ അമ്മയാണ് നവകേരള സദസ്സിൽ ഇങ്ങനെ ഒരു പരാതി കൊടുത്തത്. ഭിന്നശേഷിക്കാരായ കുട്ടികൾക്കായാലും വലിയവർക്കായാലും വരുന്നതിന് വേണ്ടി ഒരു റാമ്പ് പണിയണമെന്നുള്ളത്. വൈസ് പ്രസിഡന്റ് NK അബ്ദുൽ നാസർ അധ്യക്ഷത വഹിച്ചു. ICDS സൂപ്പർവൈസർ IP പ്രമീന പദ്ധതി വിശദീകരണം നടത്തി. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സായിദ മുത്തുക്കോയ തങ്ങൾ, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഹേമലത രാജകുട്ടൻ, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ER ഷീല, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം KA കരീം, പഞ്ചായത്ത് അംഗങ്ങളായ സുജ ശിവരാമൻ, സുജിത സലീഷ്, ശെൽവപ്രകാശ്, സന്ധ്യ സുനിൽ, ജയന്തി മനോജ്, സ്നേഹദത്ത്, പഞ്ചായത്ത് സെക്രട്ടറി K ശ്രീകുമാർ എന്നിവർ സംസാരിച്ചു. എടത്തുരുത്തി പഞ്ചായത്തിൽ മാലിന്യമുക്ത നവകേരളം പദ്ധതിയുടെ ഭാഗമായി സ്നേഹാരാമം ഒരുങ്ങുന്നു. ചാമക്കാല ബീച്ച് സൗഹൃദ തീരത്താണ് സ്നേഹാരാമം ഒരുങ്ങുന്നത്. മാലിന്യങ്ങൾ വലിച്ചെറിയുന്നതിനെതിരെയും മാലിന്യങ്ങൾ സൃഷ്ടിക്കുന്നതിനെതിരെയും പ്രതിരോധിക്കുന്നതിന്റെ ഭാഗമായാണ് പദ്ധതി നടപ്പാക്കുന്നത്. തദ്ദേശ സ്ഥാപനങ്ങളുടെ കീഴിൽ നാഷണൽ സർവീസ് സ്കീമിന്റെ നേതൃത്വത്തിൽ കലാലയങ്ങളിലെ മറ്റ് വിദ്യാർത്ഥി കൂട്ടായ്മകൾ, ത്രിതല പഞ്ചായത്ത് സമിതികൾ, കൂട്ടായ്മകൾ എന്നിവയുടെ ബഹുജന സഹകരണത്തോടെയാണ് സ്നേഹാരാമം പദ്ധതി പൂർത്തീകരിക്കുക. ചാമക്കാല ബീച്ചിൽ നടന്ന ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TK ചന്ദ്രബാബു സ്നേഹാരാമം പദ്ധതി ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്തിൻ്റെ 18 വാർഡുകളിൽ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുന്നു. അതോടൊപ്പം തന്നെ അജൈവം മാറ്റപ്പെടുമ്പോഴും ജൈവത്തിന് സ്ഥാനം കൊടുത്തുകൊണ്ട് അതുകൂടി നീക്കം ചെയ്യപ്പെട്ടുകൊണ്ട് വേണം നമുക്ക് മാലിന്യമുക്ത നവകേരളം സൃഷ്ടിക്കാൻ. ആ അർത്ഥത്തിൽ വരും നാളുകളിലേക്ക് ഈ 2024 തന്നെ അതിന് സാധ്യമാകുന്ന രീതിയിലുള്ള പ്രവർത്തനവുമായിട്ട് സർക്കാർ മുന്നോട്ട് പോകും. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ മുന്നോട്ട് പോകും.
അതിൻ്റെ ഭാഗമായി സ്നേഹാരംഭം എന്ന ഒരു പ്രൊജക്റ്റ് തയ്യാറായിക്കൊണ്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. സ്നേഹാരാമം എന്ന് പറയുമ്പോൾ നമുക്ക് ഈ വലിച്ചെറിയുന്ന ഒരു സംസ്കാരം നമുക്ക് നിലനിൽക്കുന്നു. എൻ്റെ മാലിന്യം എൻ്റെ ഉത്തരവാദിത്വം എന്നതിൽ നിന്ന് വ്യതിചലിച്ചു കൊണ്ട് പോകുന്ന പലരും ഇന്നും നമ്മുടെ നാട്ടിലെത്തിയിട്ടുണ്ട്. അവരെല്ലാം നല്ല രീതിയിൽ നമ്മളോട് ചേർത്ത് പിടിച്ചുകൊണ്ട് അത്തരം പ്രവർത്തനങ്ങളിൽ നിന്ന് പിന്തിരിയണം. നമുക്ക് അറിയാം, നമുക്ക് നമ്മുടെ ആരോഗ്യമേഖല ഏറെ പുരോഗതി പ്രാപിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോഴും അസുഖങ്ങളുടെ കാര്യത്തിൽ നമുക്ക് പ്രയാസങ്ങളുണ്ട്. അപ്പോൾ ലോകാരോഗ്യ സംഘടനകൾ തന്നെ പറയുന്നത് അസുഖം നമ്മുടെ കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അസുഖങ്ങളൊക്കെ കാര്യമായിട്ട് വരുന്നത് ഇത്തരത്തിലുള്ള പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ജലാശയങ്ങൾ വലിച്ചെറിയുക, അതുപോലെ കത്തിക്കുക എന്നതിൻ്റെ ഭാഗമായിക്കൊണ്ട് തന്നെയാണ്. വായു ശ്വസിച്ചും അത്തരത്തിലുള്ള മലിനമായിട്ടുള്ള വെള്ളം എല്ലാം നമ്മൾ ഉപയോഗിച്ചുകൊണ്ടാണ് നമുക്ക് അസുഖങ്ങൾ, മാരകമായ അസുഖങ്ങൾ പിടിപെടുന്നതെന്നാണ് ഇതിൻ്റെ ഭാഗമായിട്ടുള്ള പ്രവർത്തനം സംസ്ഥാന സർക്കാർ നടത്തുമ്പോൾ അതിനോട് ചേർന്ന് നിന്നുകൊണ്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും ആ പ്രവർത്തനങ്ങളും നമ്മുടെ സ്നേഹാരംഭം പദ്ധതി എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ 2 കേന്ദ്രങ്ങളിലാണ്. ഒന്ന് നമ്മുടെ സൗഹൃദ തീരത്തും അതുപോലെ തന്നെ പഞ്ചായത്ത് ഓഫീസിൻ്റെ പരിസരത്തുമാണ് നമ്മളിപ്പോൾ പ്ലാൻ ആക്കിയത്. വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PR നിഖിൽ അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് അംഗങ്ങളായ KS അനിൽകുമാർ, ഹേന രമേശ്, ഷിനി സതീഷ്, ഫാത്തിമ അഷറഫ്, PH ബാബു, സജീഷ് സത്യൻ, ഹെൽത്ത് ഇൻസ്പെക്ടർ ഉണ്ണികൃഷ്ണൻ, അസിസ്റ്റന്റ് സെക്രട്ടറി CS സുഹാസ്, വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കൾ, ചാമക്കാല ഗവൺമെന്റ് മാപ്പിള ഹയർ സെക്കൻഡറി സ്കൂളിലെ NSS യൂണിറ്റ് അംഗങ്ങൾ തുടങ്ങിയവർ. മതിലകത്ത് ഭൂമിക്കടിയിൽ നിന്ന് നന്നങ്ങാടി ലഭിച്ചു. മതിലകം പോലീസ് സ്റ്റേഷന് കിഴക്ക് ലക്ഷ്മീട് കോളനി ഭാഗത്തു നിന്നാണ് മൺചാറ എന്ന പേരിലും അറിയപ്പെടുന്ന നന്നങ്ങാടി ലഭിച്ചത്. തുടുപ്പത്ത് പരേതനായ കൃഷ്ണൻകുട്ടിയുടെ ഭാര്യ തങ്കയുടെ വീട്ടുവളപ്പിൽ സെപ്റ്റിക് ടാങ്കിനായി കുഴിയെടുത്തുകൊണ്ടിരിക്കെയാണ് 10 അടിയോളം താഴ്ചയിൽ നിന്ന് നന്നങ്ങാടി കണ്ടെത്തിയത്. 1 മീറ്ററോളം ഉയരവും 80 സെന്റിമീറ്ററോളം വ്യാസവുമുണ്ട്. പുരാതന കാലത്ത് മൃതദേഹം അടക്കം ചെയ്യുന്നതിന് ഉപയോഗിച്ചിരുന്നതാണ് നന്നങ്ങാടി എന്നാണ് പറയപ്പെടുന്നത്. ചേറ്റുവ മുതൽ കൊടുങ്ങല്ലൂർ വരെയുള്ള പ്രദേശങ്ങളിൽ നിന്ന് പലപ്പോഴായി ധാരാളം നന്നങ്ങാടികൾ കണ്ടെത്തിയിട്ടുണ്ട്. ചൂണ്ടലിൽ 66 ഗ്രാം MDMA-യുമായി 2 യുവാക്കൾ പിടിയിൽ. അതിമാരക സിന്തറ്റിക് മയക്കുമരുന്നായ 66 ഗ്രാം MDMA-യുമായി 2 യുവാക്കളെ കുന്നംകുളം പോലീസും ജില്ലാ ലഹരി വിരുദ്ധ സ്ക്വാഡും ചേർന്ന് അറസ്റ്റ് ചെയ്തു. പെരക്കാട്ട് പയ്യൂർ സ്വദേശി മമ്മശ്രീ ഇല്ലത്ത് വീട്ടിൽ 28 വയസ്സുള്ള അബു, കേച്ചേരി തലക്കോട്ടുകര സ്വദേശി കറുപ്പച്ചാൽ വീട്ടിൽ 23 വയസ്സുള്ള നിതിൻ എന്നിവരെയാണ് ജില്ലാ ലഹരി വിരുദ്ധ സ്ക്വാഡും കുന്നംകുളം പോലീസും ചേർന്ന് പിടികൂടിയത്. ജില്ലാ ലഹരി വിരുദ്ധ സ്ക്വാഡിന് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ അബുവിന്റെ വീട്ടിൽ നടത്തിയ പരിശോധനയിലാണ് MDMA പിടികൂടിയത്. പൂരവും മറ്റ് ആഘോഷങ്ങളും മുന്നിൽ കണ്ടാണ് പ്രതികൾ MDMA സൂക്ഷിച്ചിരുന്നത് എന്ന് പോലീസ് പറഞ്ഞു. വടക്കേക്കാട് സ്റ്റേഷൻ ഹൌസ് ഓഫീസർ അമൃതരംഗൻ സ്ഥലത്തെത്തി തുടർന്ന് നടപടികൾ സ്വീകരിച്ചു. കുന്നംകുളം സബ് ഇൻസ്പെക്ടർമാരായ ഗിരീഷ് കുമാർ, ഷക്കീർ അഹമ്മദ്, സിവിൽ പോലീസ് ഓഫീസർമാരായ ജോൺസൺ, രവികുമാർ, പ്രശോഭ്, ഗ്രീഷ്മ, ആശംസ്, ജില്ലാ ലഹരി വിരുദ്ധ സ്ക്വാഡ് സബ് ഇൻസ്പെക്ടർ രാകേഷ്, സ്ക്വാഡ് അംഗങ്ങളായ ശരത്ത്, ആശിഷ്, സുജിത്ത് എന്നിവരടങ്ങിയ സംഘമാണ് പ്രതികളെ പിടികൂടിയത്. കയ്പമംഗലം ഗ്രാമപഞ്ചായത്ത് 19-ാം വാർഡിൽ ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി നിർമ്മിച്ച ഗോകുലം റോഡ് ഗതാഗതത്തിനായി തുറന്നുകൊടുത്തു. 3,60,000 രൂപ ചിലവിട്ടാണ് ഗോകുലം റോഡിന്റെ നിർമ്മാണം പൂർത്തീകരിച്ചത്. പഞ്ചായത്ത് അംഗം സിബിൻ അമ്പാടി ഉദ്ഘാടനം നിർവഹിച്ചു. NREG AA EKS ശരണ്യ, ഓവർസിയർ VS സജിലി, AIT-മാരായ PS ബിന്ധ്യ, PA റഫീന തുടങ്ങിയവർ പങ്കെടുത്തു. കയ്പമംഗലം കമ്പനിക്കടവ് കുരിക്കുഴി ദേശം ശ്രീ ഭഗവതി മഹാക്ഷേത്രത്തിലെ ചോദ്നക്ഷത്ര മാറാട്ട് മഹോത്സവത്തിന് കൊടിയേറി.
ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ സുകുമാരൻ ഞാറക്കൽ കൊടിയേറ്റ് നിർവഹിച്ചു. ക്ഷേത്രം ശാന്തി പ്രശോഭ് കാർമ്മികനായി. ക്ഷേത്രം പ്രസിഡന്റ് കെ ശേഖരൻ, സെക്രട്ടറി പ്രതാപൻ കിഴക്കേ വീട്ടിൽ, ട്രഷറർ സന്തോഷ് കൈതവളപ്പിൽ, വിജയൻ കാവുങ്ങൽ, പ്രതാപൻ പനക്കൽ എന്നിവർ നേതൃത്വം നൽകി. ശനിയാഴ്ച രാത്രി തിരുവാതിരക്കളി, ഞായറാഴ്ച രാത്രി 7-ന് ദേശത്തെ കലാകാരന്മാർ അവതരിപ്പിക്കുന്ന കലാപരിപാടികൾ, 29-ന് രാത്രി 7-ന് പ്രഭാഷണം, 30-ന് രാത്രി രൂപക്കളം, 31-ന് രാത്രി 7-ന് ഗാനമേള, ഉത്സവ ദിവസമായ ഫെബ്രുവരി 2-ന് രാവിലെ 8-ന് ശീവേലി, വൈകിട്ട് 3:30-ന് പകൽപൂരം, 6:30-ന് ദീപാരാധന, തുടർന്ന് വെടിക്കെട്ട്, വർണ്ണമഴ, 9:30-ന് ആറാട്ട് എന്നിവയാണ് പ്രധാന പരിപാടികൾ. കയ്പമംഗലം ദേവമംഗലം ക്ഷേത്രോത്സവത്തിന്റെ ഭാഗമായി കാവടി ആഘോഷം നടത്തി. മൂന്നുപീടിക ബൈജു ചന്ദ്രൻ നെല്ലിക്കത്തറയുടെ വസതിയിൽ നിന്ന് വിവിധ വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ ആരംഭിച്ച കാവടിയാട്ടം ക്ഷേത്രസന്നിധിയിൽ സമാപിച്ചു. ഇന്ന് രാത്രി ഭസ്മക്കാവടിയും ഇന്ന് പകൽപൂരവും രാത്രിപൂരവും ഉണ്ടായിരിക്കും. ക്ഷേത്രം തന്ത്രി ചെമ്മാലിൻ ബിജു നാരായണൻകുട്ടി ശാന്തി, ക്ഷേത്രം മേൽശാന്തി അഖിലേഷ് എന്നിവർ ഉത്സവ ചടങ്ങുകൾക്ക് മുഖ്യ കാർമ്മികത്വം വഹിച്ചു.
വയനാട് കോകളപ്പാറയിൽ കൂട്ടിലായ കടുവയെ വനം വകുപ്പ് പുത്തൂർ സുവോളജിക്കൽ പാർക്കിലേക്ക് മാറ്റി. വയനാട് കുപ്പാടി പരിചരണ കേന്ദ്രത്തിലെ സ്ഥലപരിമിതി മൂലമാണ് കടുവയെ പുത്തൂരിലേക്ക് മാറ്റിയത്. വയനാട്ടിലെ കൊകളപ്പാറ ചൂരിമല എസ്റ്റേറ്റിൽ വനം വകുപ്പ് സ്ഥാപിച്ച കൂട്ടിലായിരുന്നു കടുവ കുടുങ്ങിയത്. 3 മാസത്തിനിടെ പ്രദേശത്തെ 4 വളർത്തുമൃഗങ്ങളെയാണ് കടുവ കൊന്നത്. ഇതോടെയാണ് വനം വകുപ്പ് കൂട് സ്ഥാപിച്ചത്. കാലിന് പരിക്കേറ്റ കടുവയ്ക്ക് വിദഗ്ധ ചികിത്സ ഉറപ്പാക്കുമെന്ന് വനം വകുപ്പ് അറിയിച്ചിട്ടുണ്ട്. ചാവക്കാട് എടക്കഴിയൂർ പഞ്ചവടി ബീച്ചിൽ വൻ അഗ്നിബാധ. കടൽ തീരത്തെ ഏക്കർ കണക്കിന് സ്ഥലത്തെ കാറ്റാടി മരങ്ങളും അക്കേഷ്യ മരങ്ങളും കത്തിനശിച്ചു. തീ അണയ്ക്കാനുള്ള ശ്രമത്തിനിടെ പരിസരവാസികളായ 4 പേർക്ക് നിസാര പൊള്ളലേറ്റു. 1 മാസത്തിനിടയിൽ ഇത് 3ാം തവണയാണ് ബീച്ചിൽ തീപിടുത്തം ഉണ്ടാകുന്നത്. പഞ്ചവടി ബീച്ചിന്റെ തെക്കുഭാഗത്താണ് സംഭവം. അഗ്നിബാധയിൽ കടൽ തീരത്തെ 200ഓളം കാറ്റാടി മരങ്ങളും അക്കേഷ്യ മരങ്ങളും കത്തിയമർന്നു. തീ അണയ്ക്കാനുള്ള ശ്രമത്തിനിടെയാണ് നാട്ടുകാരായ 4 പേർക്ക് പൊള്ളലേറ്റത്. പഞ്ചവടി ബീച്ച് സ്വദേശികളായ അലി, ബാബു, ഷമീർ, ഖാലിദ് എന്നിവർക്കാണ് പൊള്ളലേറ്റത്. കൈക്കും കാലിനുമാണ് ഇവർക്ക് പൊള്ളലേറ്റിട്ടുള്ളത്. ഗുരുവായൂർ ഫയർഫോഴ്സിനെ വിവരം അറിയിച്ചെങ്കിലും കടൽ തീരമായതിനാൽ ഫയർഫോഴ്സ് വാഹനത്തിന് തീപിടിച്ച ഭാഗത്തേക്ക് എത്താനായില്ല. ഇതോടെ നാട്ടുകാർ തന്നെ തീയണയ്ക്കാൻ രംഗത്തിറങ്ങുകയായിരുന്നു. തുടർന്ന് ഏറെ നേരത്തെ പരിശ്രമത്തിനൊടുവിൽ 7:30യോടെയാണ് തീയണച്ചത്. 1 മാസത്തിനിടയിൽ ഇത് 3ാം തവണയാണ് ബീച്ചിൽ തീപിടുത്തം ഉണ്ടാകുന്നത്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കൊടുങ്ങല്ലൂരിലെ കോതപ്പറമ്പിൽ വീടിന് നേരെ ആക്രമണം. മോട്ടോർ ബൈക്ക് തീവെച്ച് നശിപ്പിച്ചു. യുവാവിന് തലക്കടിച്ച് പരിക്കേൽപ്പിച്ചു. ലോകം പലതരം മുറിവുകളിലൂടെയും കടന്നുപോയപ്പോൾ സാഹിത്യം ഔഷധമായി മാറിയെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. BJP വിരുദ്ധ സംസ്ഥാന സർക്കാരുകളെ തകർക്കാൻ കേന്ദ്ര സർക്കാർ ബോധപൂർവമായ പരിശ്രമങ്ങൾ നടത്തുകയാണെന്ന് റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ. പന്തല്ലൂർ പൂരത്തിനിടെ മദ്യലഹരിയിൽ പോലീസിനെ ആക്രമിച്ചു. ഇതര സംസ്ഥാന തൊഴിലാളി പിടിയിൽ. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.